അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ കാബേജ് കോളിഫ്ലവർ. അപ്പോൾ ഞാനിത് കൃഷിഭവനിൽ നിന്ന് കുഞ്ഞു തൈകൾ ട്രയൽ മുളപ്പിച്ച തൈകൾ കിട്ടിയപ്പോൾ അങ്ങനെ വളർത്തിയതാണ്. അപ്പോൾ ഇവർ മാഷാ അല്ലാഹ് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതായത് പുട്ടുപൊടിയുടെ നനവിൻ്റെ ലെവലനുസരിച്ച് ഉള്ളൊരു നനവേ പാടുള്ളൂ. അതും നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇലകളൊക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവുന്ന ഇലകളാണ് നമ്മളെ കോളിഫ്ലവറിൻ്റെയും കാബേജ്, ബ്രൊക്കോളി പോലുള്ള ശീതകാല പച്ചക്കറികളിൽ പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ താഴെയുള്ള ഇതുപോലുള്ള പഴുത്ത ഇലകളൊക്കെ നമ്മൾ കളയണം. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളിൽ നിന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് തോരനുണ്ടാക്കാനോ കറി വെക്കാനോ അല്ലെങ്കിൽ ഈ സലാഡിന് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾ വളർത്തി നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനന്ന് ഇതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ താഴ്ഭാഗത്തു നിന്ന് നുള്ളിയിട്ട് ഞങ്ങൾ തോരനുണ്ടാക്കി. അന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു കോളിഫ്ലവർ ഇതിൽ വന്നിട്ടുണ്ട്. ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ കുറച്ചും കൂടെ വലുതായതിന് ശേഷം ഫ്ലവറൊക്കെ വന്നതിന് ശേഷം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.